ചില ആൾക്കാരുണ്ടല്ലോ ആസനത്തിൽ ആലുവരുത്താനും തണലായിട്ട് കാണുന്നവരാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളിനെ കാണാം. അങ്ങ് നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ആരോഗ്യത്തോടെ ഇരിക്കണം തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതിനുശേഷം അങ്ങ് 2 പരിപാടി പങ്കെടുത്തു. അതിലൊന്ന് ലോസ് ഏഞ്ചൽസ് നടന്നൊരു പരിപാടിയാ. അതിനുശേഷം അങ്ങൊരു പരിപാടിയിൽ പങ്കെടുത്തു, കോഴിക്കോട് ഹൈലൈറ്റ് ബാറിൽ. ആ പരിപാടിയെ കുറിച്ചാണ് മാധു നേരത്തെ സൂചിപ്പിച്ച്. ഏതാ കടയുടെ പേരെന്നറിയാമോ? ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പൊ പോയതാരാണെന്ന് നമുക്ക് കാണണ്ടേ, അദ്ദേഹം പറയുന്ന എന്താണെന്ന് കേൾക്കണ്ടേ. നിരവധി ആശയങ്ങളുമായിട്ടാണ് ചെറുപ്പക്കാർ വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി. കരുവാരക്കുണ്ടിലുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച 2 സഹോദരങ്ങളാണ്. അതിലൊരാൾ 13 വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് വ്ളോഗറാണ്. അവരത് ഡെവലപ്പ് ചെയ്ത് 13 വയസ്സ് മുതൽ ഒരു വ്ളോഗറായിട്ട് തുടങ്ങിയ ആള് ഡെവലപ്പ് ചെയ്ത് വലിയൊരു പ്രോജക്റ്റ് ആക്കി തീർത്തു. ഡെവലപ്പ് ചെയ്തെടുത്തത് നമ്മുടെ സോഷ്യൽ മീഡിയയില് ക്ലൈൻസ് നമ്മളെല്ലാം ഇടുന്ന പോസ്റ്റ് എല്ലാം അത് കുറെ വ്യൂവർഷിപ്പ് കിട്ടി കഴിയുമ്പോൾ അതിന് പൈസ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത് 400 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. 20 രാജ്യങ്ങളിലെ പ്രോഡക്റ്റാണ്. ഒരു മനോഹരമായ ഒരു പേര് വരുന്നുണ്ട്, ബൈ മീ എ കോഫി. ചില വാർത്തകൾ വന്നത് ഞാൻ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയത് കേട്ടല്ലോ. ബൈ മീ എ കോഫി എന്ന് പറഞ്ഞാൽ കോഫി ഷോപ്പ് അല്ല. അടുത്ത ആ അരുൺകുമാർ പറഞ്ഞ എന്താണ്? ഡോക്ടർ അരുൺകുമാർ ഒരുപാട് വിവരമുള്ള വ്യക്തിയാണ്. ആ പുള്ളി പറഞ്ഞ എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രി ഒരു കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയി. നമ്മുടെ ഈ അരുൺകുമാർ പറയുന്ന വാർത്തകളിൽ ഏതെങ്കിലും ഒരെണ്ണം സത്യമായിട്ട് പറയുന്നതുണ്ടോ? മിക്കവാറും ഞാൻ കേട്ടിട്ടുള്ള പല വാർത്തകളും അസത്യങ്ങളാണ്. ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ വളരെ ഉറപ്പിച്ച് പറയും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന്. പിന്നീട് നമ്മൾ അറിയുന്നത് ഇതെല്ലാം അസത്യങ്ങളായിരുന്നു. പ്രിയപ്പെട്ട അരുൺകുമാറെ, താങ്കൾ ഒരു വാർത്തയെങ്കിലും ഒന്ന് സത്യമായിട്ടുള്ള പറയും. ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇതാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ ബൈ മീ എ കോഫി എന്ന് പറയുന്ന ആ പ്രോജക്ട്. അത് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയുമ്പോൾ തന്നെ എന്താണ് സംരംഭം എന്ന് കൃത്യമായി മനസ്സിലാവും. 13-ാം വയസ്സിൽ ബ്ലോഗറായി തുടങ്ങി ഇന്നിപ്പോ എല്ലാ ബ്ലോഗർമാർക്കും, ലോകത്തുള്ള ബ്ലോഗർമാർക്കും എല്ലാവർക്കും ഒരു ആശയമായ അവർക്കൊരു പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഏജൻസി പോലെയായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്തൊരു ആശയമാണ്! ഒരുപാട് ആശയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, ദിവസങ്ങൾ പറഞ്ഞതുപോലെ കാക്കോടത്തെ കൈവാരക്കൊണ്ട് ജനിച്ച് ഇത്തരമൊരു ആശയം ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ എത്തിച്ച് ഞാൻ ആദ്യം കേട്ടപ്പോൾ ഇവരാണെന്ന് എനിക്ക് അറിയില്ല. മലയാളികളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശരി, പക്ഷെ മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാരാണ് ഈ ആശയം ലോകം മുഴുവൻ എത്തിച്ച് ലോകത്ത് 50,000-ലധികം പ്രതിമാസ വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള അത്ഭുതകരമായ കാര്യമായി ചെയ്യും. മനസ്സിലായില്ലേ? നമ്മുടെ മുഖ്യമന്ത്രി പോയത് നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ ജോലിയില്ലാതെ നിൽക്കുന്നവർക്ക് നല്ലൊരു ആശയം കൈമാറുന്ന ഒരു കമ്പനിയുടെ ഉദ്ഘാടനത്തിനാണ് പോയത്. അത് ബൈ മീ എ കോഫി, അതാണ് അതിൻ്റെ പേര്. അത് കേട്ട ഉടനെ കാപ്പിക്കടയെന്ന് വിചാരിച്ചു. അടുത്ത് മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത് വന്നു അദ്ദേഹം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മുഖ്യമന്ത്രി ആ പ്രോജക്റ്റെല്ലാം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ബോധോദയം വന്നത്. ബോധോദയം വന്നപ്പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഒരു കാപ്പിക്കടയല്ല, ബൈ മീ കോഫി എന്നുള്ളത് ഒരു കോഫിയല്ല എന്ന് പറയുന്നത് ശരിയാണ്. അതില് മുഖ്യമന്ത്രിയുടെ ഈ VIP മൂവ്മെന്റിന് ഇഷ്ടമാണ് എനിക്ക് കിട്ടിയത്. കിട്ടിയ സമയത്താണ് ഞാനിത് പറഞ്ഞത്. അതിന് മുമ്പ് നമുക്ക് അതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ പേര് ബൈ മീ കോഫി എന്ന് കണ്ടപ്പോൾ അത് കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് തെറ്റിദ്ധരിച്ചത്. അത് കോഫി ഷോപ്പല്ല, ഞാൻ തിരുത്തുന്നു. അതായത് ഒരു മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ കൊന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, ആള് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അതുപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. ചില ആൾക്കാരുണ്ട് കാള പറ്റെന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കും. മുഖ്യമന്ത്രിയുടെ VIP ലിസ്റ്റ് കിട്ടിയ ഉടനെ ബൈ മീ എ കോഫി ഷോപ്പ് കണ്ട ഉടനെ വെച്ച് കാച്ചി. എന്താണ്? മുഖ്യമന്ത്രി കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി, ഇത് നല്ല ആൾക്കാരിലെത്തും, ആൾക്കാരെല്ലാം തെറി വിളിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രഹസനമെല്ലാം നടത്തിയത്. അപ്പൊ മനസ്സിലായില്ലേ? ഈ അരുൺകുമാർ ഡോക്ടറേറ്റ് ഒക്കെ ലഭിച്ച ആളാണ്. എങ്കിലും സത്യസന്ധത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 7 അയൽവക്കത്തുകൂടെ പോലും പോയിട്ടില്ല.